പൗത്രത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിക്രം കുളിച്ചിട്ടൊക്കെ വരികയാണ്. എന്നാൽ ശയനപ്രദക്ഷിണം ആരംഭിച്ചോളാൻ തിരുമേനി പറയാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് വിക്രം ഞെട്ടുക. ശയനപ്രദക്ഷിണം? ആ, ഞാൻ നേർന്നതാണ്, ശയനപ്രദക്ഷിണം നടത്താം എന്ന്. അങ്ങനെ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വിക്രം ശയനപ്രദക്ഷിണം ആരംഭിക്കുകയാണ്. അപ്പം ശരണം വിളിക്കാൻ നന്ദിനി ഏട്ടത്തിയും ഉണ്ടെന്ന് വേദ പറയണം. അങ്ങനെ ശരണം വിളിച്ച് ശയനപ്രദക്ഷിണം ആരംഭിക്കുകയാണ്. നല്ല ബുദ്ധി തോന്നണേ, ചീത്ത വഴിക്ക് പോകല്ലേ എന്നൊക്കെ പറഞ്ഞാണ് വേദ ശരണം വിളിക്കുന്നത്. അങ്ങനെ ശയനപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് വിക്രം തിരുമേനി അടുത്ത് വന്നപ്പം തിരുമേനി പറയാണ്, പോയി കുളിച്ചിട്ട് വന്നിട്ട് മാല ഇട്ടോളം പറയാണ്. അപ്പോൾ വിക്രം ചോദിക്കുക, മാല ഇടാനോ? ആ, മാല ഇടാൻ. അപ്പോൾ വേദ പറയാണ്, പ്രതിഷ്ഠം കഴിഞ്ഞ് കുളിച്ച് മാലയിട്ട് 41 ദിവസം വ്രതം നിന്ന് അയ്യപ്പനെ കാണാൻ പോകാമെന്നാണ് ഞാൻ നേർച്ച ചേർന്നത്. അപ്പോൾ നന്ദിനിയും ശ്രീജയും എല്ലാവരെയും ഞെട്ടിയിരിക്കുകയാണ്. ഞാനും കൂടെ വരാം എന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വിക്രം ചോദിക്കാണ്, നീ ഒരുപാട് ആലോചിച്ച് കഷ്ടപ്പെട്ടെടുത്ത തീരുമാനമല്ലേ? അപ്പം വിക്രം വേറെ ഒന്നും പറയുന്നതിന് മുമ്പ് സ്വാമിയെ ശരണം എന്ന് പറയുമ്പോഴത്തേക്ക് വേദയെടുത്ത് വിക്രമിനൊന്നും പറയാൻ പറ്റില്ല. അവസാനം വിക്രം പോയി കുളിച്ചിട്ടൊക്കെ വന്ന് മാല ഇടിയാണ്. അതിനകത്ത് അയ്യപ്പൻ്റെ പാട്ടൊക്കെ കാണിച്ചിട്ട് മാല ഇടുന്നതും അയ്യപ്പനെ വിളിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ അവിടുന്ന് വരുമ്പോൾ സ്റ്റേജ് പറയുകയാണ്, നിങ്ങൾ പൊക്കോ, ഞങ്ങൾ രണ്ടും കൂടെ അപ്പുറത്തെ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ പിടിച്ചങ്ങ് വന്നോളാം എന്ന് പറയുകയാണ്. അങ്ങനെ ഏതേ വിക്രമിന് ബൈക്കിൽ അങ്ങ് പോവുകയാണ്. പോകുന്ന വഴിയിലാണെങ്കിൽ രാജേട്ടൻ ഫോൺ ചെയ്യാണ്. അപ്പോൾ വിക്രമാണെങ്കിൽ ചെവിയിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് ചെവി ഫോൺ വെച്ച് ഫോൺ എടുക്കുവാണ്. അപ്പോഴത്തേക്ക് വേദയാണെങ്കിൽ ഫോൺ അങ്ങ് തട്ടിപ്പറിക്കുകയാണ്. അപ്പോൾ വിക്രം ബൈക്ക് നിർത്തുന്നുണ്ട്. അപ്പം വേദമായിട്ട് പറയുകയാണ്, നീ കൂടുതലാവില്ല, മര്യാദയ്ക്ക് ഫോൺ തന്നോളാം എന്ന് പറയുകയാണ്. അപ്പം വിക്രം വേദ പറയാണ്, അങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ട് ഫോൺ വിളിക്കേണ്ട ആവശ്യമില്ല, സ്വാമി ആദ്യം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക എന്ന് പറയുകയാണ്. ഈ ബൈക്ക് ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കത്തില്ല എന്നാണെങ്കിൽ മാത്രമേ ഞാൻ ഫോൺ തിരുത്തോളൂ എന്ന് പറയും. ശരി, വിക്രം പറയും, ശരി എന്നാന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിക്കുന്നുണ്ട്. വേദ കയറാൻ വരുമ്പോഴത്തേക്ക് ബൈക്ക് കുറച്ചുകൂടെ നീക്കും. വീണ്ടും വേദ കയറാൻ വരുമ്പോൾ വീണ്ടും നീക്കും. അങ്ങനെ 2-3 വട്ടം വേദയെ കളിപ്പിക്കും. അവസാനം കുറച്ച് ഓടി അങ്ങ് പോയി നിൽക്കുകയാണ്. അപ്പോൾ വേദ പിണങ്ങി അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ വിക്രം തിരിച്ചു വന്ന് കയറിക്കോ എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, സ്നേഹം കൊണ്ടൊന്നും അല്ല, പിന്നെ സ്വാമിയായിട്ട് അതിൻ്റെ പ്രാക്ക് ആദ്യമേ വാങ്ങിക്കേണ്ട എന്ന് വിചാരിച്ചാൽ ഞാൻ തിരിച്ചു വന്നതെന്ന് പറയാം. അപ്പം വേദ പറയണ, സ്നേഹം കൊണ്ടല്ല അല്ലയോ? അപ്പം വിക്രം പറയാം, കൂടുതൽ കൊഞ്ചാതെ കയറാൻ പറയണം, ഞാൻ ഒന്ന് കൊഞ്ചിക്കോട്ടെ എന്ന് വേദ പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ മാഷാണെങ്കിൽ സൈക്കിളിൽ സാധനമൊക്കെ ആയിട്ട് കുറേ കഷ്ടപ്പെട്ട് വരികയാണ്. അപ്പം കമലയെന്ന് വിളിക്കുകയാണ്. അപ്പോൾ കമലമ്മ ഇറങ്ങി വരികയാണ്. ഇത് കുറച്ച് അരിയും സാധനങ്ങളൊക്കെ എടുത്ത് അകത്തോട്ട് വെച്ചേക്കാൻ പറയണം. അപ്പം നന്ദിനി, നീ എടുക്കണ്ട, നന്ദിനി വിളിച്ചാൽ മതി. നന്ദിനി ഇവിടെ ഇല്ല, എവിടെ പോയി? അമ്പലത്തിൽ പോയേക്കുന്നു. അത് വേദയും വിക്രമനെയും കൊണ്ട് എന്തൊക്കെയോ വഴിപാട് കഴിപ്പിക്കാനുണ്ടെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. അതെന്താണെന്നറിയാൻ വേണ്ടി നന്ദിനിയും പോയേക്കുക എന്ന് പറയുന്നത്. ഈ നന്ദിനിക്ക് വേറെ പണിയില്ല, വേദന പുറകെ നടക്കുവാണല്ലോ. അപ്പം കമലമ്മ പറയുക, വേദയുടെ അത്ര ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഇങ്ങനെ വേദന പുറകെ നടക്കുന്നത്. പിന്നെ അന്നേരം നമുക്ക് ദേഷ്യമൊക്കെ തോന്നും. പിന്നെ ആ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു മണ്ടത്തരോടെ കാണും. അപ്പം നമുക്ക് സഹതാപവും തോന്നുമെന്ന് കമലമ്മ പറയുകയാണ്. ശ്രീജയും പോയി. ഞാൻ ഹോമിയോ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ റെഡിയായിത്തേക്കിന് പോവാൻ. ഈ കുട്ടിക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവനെയും കൊണ്ടിങ്ങനെ നടക്കാൻ മാഷ് വയ്ക്കുകയാണ്. അപ്പം കമലമ്മ പറയണ, അങ്ങ് മാഷ് പറഞ്ഞതുപോലൊന്നുമല്ല, അവനെ നന്നാക്കി എടുക്കും എന്ന് കമലമ്മ പറയാണ്. അപ്പം മാഷ് വയ്ക്കുക, ഒറ്റ രാത്രി കൊണ്ട് നീ വീണ്ടും മലക്കം പറഞ്ഞു എന്ന് വയ്ക്കുക. അല്ല മാഷ് പറഞ്ഞ പോലെയൊക്കെയാണ് രാവിലെ ഞാൻ വേദയോട് സംസാരിച്ചത്. പക്ഷേ വേദ പറയുകയാണ്, ഒരു കർഷകൻ്റെ കാര്യം, അയാളെ ഭാര്യയ്ക്ക് വേണ്ടി മല തുറന്ന കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ മരിച്ച ഒരാൾക്ക് വേണ്ടി അയാൾ അത്രയും ചെയ്യാമെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്നാണ് വേദ ചോദിക്കുന്നത്. അയാളെ അങ്ങനെ വിട്ട് കളയാൻ പറ്റുമോ എന്നൊക്കെയാണ് വേദ ചോദിക്കുന്നത്. നമ്മുടെ മോനെ അവൾ ശരിയാക്കി എടുക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചിട്ട് നിൽക്കുമ്പോൾ വിക്രമും വേദയും കൂടെ വരികയാണ്. ഇവർ വരുന്ന കണ്ടപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പം കമലമ്മ ചോദിക്കുക, എന്താ മാഷേ ഇത് എന്ന് ചോദിക്കുകയാണ് ഭയങ്കര അത്ഭുതത്തോടെ. എന്നുവെച്ചാൽ വിക്രമാണെങ്കിൽ നെറ്റിയിൽ ഭസ്മവും മറ്റേ അടുത്ത മുണ്ടുമൊക്കെ ഉടുത്ത് സ്വാമിയായിട്ടല്ലേ വരുന്നത്. ഇത് കണ്ട കമലമ്മ ഞെട്ടുകയാണ്. കമലമ്മയാണെങ്കിൽ വിക്രമിൻ്റെ അടുത്ത് എന്ന് പറയാം, എന്തായാലും നല്ല കാര്യമാണ്, ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലേ, എന്തായാലും നല്ല കാര്യം എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ശ്രീജയും മറ്റേ നന്ദിനിയും കൂടെ ഓട്ടയിൽ വന്ന് ഇറങ്ങിയാണ്. നന്ദിനിക്കാണെങ്കിൽ എന്തെങ്കിലും കലക്കുണ്ടാക്കാൻ വേണ്ടി ഓട്ടയിൽ നിന്ന് ഇറങ്ങി ഓടി വരികയാണ്. എൻ്റെ അമ്മ വരണം, വരാതെ നിന്ന കാര്യം, അമ്മ വന്നായിരുന്നെങ്കിൽ വിഷമിച്ച് ഈ അവസ്ഥ കണ്ടായിരുന്നു, വിക്രമിൻ്റെ അവസ്ഥ കണ്ട് സങ്കടപ്പെട്ട് ഇവിടെ നിന്ന് കരഞ്ഞേന്.
ശ്രീജ പറയുന്നതാണ്, ഇവളങ്ങനെ പറയുന്ന പോലെ ഒന്നും ഇല്ല അമ്മേ, ശയനപ്രദക്ഷിണം അത്രയും മാത്രമേ ഉള്ളെന്ന്. ഓ ശയനപ്രദക്ഷിണമോ? സാധാരണ പ്രദക്ഷിണം പോലൊന്നുമില്ല, അവിടെ പാറയുടെ മുകളിൽ കൂടെ ശയനപ്രദക്ഷിണം നടത്തിയത്. ദേഹമെല്ലാം പൊട്ടി വാരി ഇല്ലയോടാ എന്ന് ചോദിക്കുകയാണ്. അപ്പം മാഷ് പറയുന്നത്, കുറച്ചൊക്കെ പൊട്ടി വാരട്ടെ, കുറേ പേരുടെ ദേഹവും ശരീരമൊക്കെ നൊന്തയില്ലേ, ആ നോവുന്നതിൻ്റെ വേദന എന്തുവെന്ന് അവനും കൂടെ മനസ്സിലാവട്ടെ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നന്ദിനി വീണ്ടും അതൊന്ന് ഊരി കാണിക്കേ എന്ന് പറയാണ് വിക്രം എന്ന് പറയാണ്. മാഷ് പറയാണ്, നീ കൂടുതലങ്ങ് പറഞ്ഞ് പൊലിപ്പിക്കാതെ, നന്ദിനിയുടെ കാര്യം നോക്കുക എന്ന്. അപ്പം പറഞ്ഞ, അല്ലച്ചാ ദേഹം മൊത്തം പൊട്ടി അടർന്നിരിക്കുക, നീ ആ ഷർട്ടൊന്ന് ഊരി കാണിക്കുക. അപ്പം കമലമ്മ പറയും, സ്വാമിയെടുത്തൊന്നും അങ്ങനെ നീ പോടാ എന്നൊന്നും പറഞ്ഞൂടാ, പേര് പോലും വിളിക്കല്ലെന്ന് പറയും. അപ്പം നന്ദിനി അങ്ങോട്ട് നിന്ന്, സ്വാമി ആ ഷർട്ടൊന്ന് ഊരി കാണിച്ചാലും എന്നൊക്കെ ഭവതി ഒന്ന് കാണിച്ചാലും എന്നൊക്കെ പറഞ്ഞൊന്ന് കളിയാക്കി പറയുകയാണ്. അപ്പോൾ വിക്രം പറഞ്ഞു, അത്ര വലിയ കാര്യമൊന്നുമില്ല, അത്ര വലിയ പ്രശ്നവും വേദനയൊന്നും ഇല്ലയെന്ന് പറയുകയാണ്. അല്ല ഞാൻ പറഞ്ഞതന്നേ ഉള്ളെന്നും പറഞ്ഞ് നന്ദിനി കയറിപ്പോവുകയാണ്. അപ്പോൾ ശ്രീജ എന്നിട്ട് പറയാണ്, ചൂടുവെള്ളം എടുക്കണോ? അപ്പം വേണ്ട ഏട്ടത്തി എന്ന് പറയുന്നത്. അപ്പം ഏത് പറയുന്നത്, കുറച്ച് ചൂടാക്കാൻ വെച്ചോ ഏട്ടത്തി എന്ന് പറയാണ്. ദേഹമൊക്കെ പൊട്ടിക്കാണും, ഞാൻ ഓയിൽമെൻറ്റ് ഇട്ട് തരാം എന്ന് പറഞ്ഞ് വിക്രത്തിനടുത്ത് പറയാം, വാ ഞാൻ ഓയിൽമെൻറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അതിനു മുമ്പ് നമ്മുടെ മാഷ് പറയുന്നുണ്ട്, എന്തായാലും വ്രതം നിന്നില്ല, ഒരു 41 ദിവസം വ്രതം നിന്ന് അങ്ങ് ശബരിമലയിൽ പോകാൻ പറയുകയാണ്. അങ്ങനെ വിക്രമും വേദയിലൂടെ അങ്ങ് പോവുകയാണ്. അപ്പം കമലാമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. കമലാമ്മയാണ് മാഷിനടുത്ത് പറയുന്നത്, മാഷിനൊരു സന്തോഷമൊക്കെ തോന്നുന്നില്ലയോ? എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു, എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര വെയിലത്ത് വന്ന് ചൂടോടെ വന്ന് നമ്മൾ ഒരിടത്തിരിക്കുമ്പോൾ ഒരു കുളിർക്കാറ്റുണ്ടാവുമല്ലോ, അതേ അവസ്ഥയാണ് എൻ്റെ മനസ്സിലിപ്പോഴെന്ന്. അപ്പോൾ മാഷും പറയാണ്, ഞാൻ കള്ളം പറയുന്നില്ല കമലെ, എൻ്റെ മനസ്സിൽ ഇപ്പം അതേ ഒരവസ്ഥയാണ്, എല്ലാം ശരിയാക്കി തന്നാൽ മതിയായിരുന്നു അയ്യപ്പ സ്വാമി എന്നൊക്കെ പറഞ്ഞ് മാഷും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വിക്രം മുറി വന്നിരുന്ന് ആലോചിക്കുകയാണ്. എൻ്റെ വേദ പറയാണ്, ശയനപ്രദക്ഷിണം പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അത് ഞാൻ ഓർത്തില്ല എന്ന് പറയാണ്. അല്ല നീ എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതല്ല, ഒരിക്കലും അല്ല എന്ന് വേദ പറയുകയാണ്. സോറി, എന്നോട് ദേഷ്യമൊന്നും തോന്നല്ല വേദ പറയാണ്. ഏയ് കുഴപ്പമില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് വേദ പറയാണ്, ഇനി കുറച്ച് ദിവസത്തേക്ക് മനസ്സിൽ നല്ല ചിന്തകളും മാത്രം നടത്തുക, ദേഷ്യമൊക്കെ കുറച്ച് മനസ്സിൽ സമാധാനവും കൊണ്ടുവരിക എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്ക് വേദയാണെങ്കിൽ ഇതൊക്കെ പറയുന്നത് കേട്ട് വിക്രമിങ്ങനെ ഇരിക്കുകയാണ്. കുഴപ്പമില്ല, ഇങ്ങനെ ഒരു വിഷയം കൂടെ കാണുമായിരിക്കും, കുഴപ്പമില്ല എന്ന് വിക്രം പറയുകയാണ്. വേദ ഓയിൽമെൻറ്റ് വെട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇട്ട് തരാമെന്ന് പറയണം. വിക്രം പറയാം, വേണ്ട ഞാൻ ഇട്ടോളാം. അല്ല ഞാൻ ഇട്ട് തരാം, വേണ്ടാന്നല്ലേ പറഞ്ഞ്. അങ്ങനെ വേദയാണെങ്കിൽ ഓയിൽമെൻറ്റും കൊടുത്തിട്ടങ്ങ് പോവുകയാണ്. ഇനി ഒന്ന് പൊക്കൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേ വേദ അങ്ങ് പോകുന്നുണ്ട്. അപ്പോഴത്തേ വിക്രം ഷർട്ടൂരിൽ തന്നെ ഓയിൽമെൻറ്റ് ഇടാൻ നോക്കുന്നുണ്ട്, കയ്യിലൊക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് മുതുകത്തിടാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. അപ്പം വേദ അവിടെ ചെന്ന് വാതിലിൽ നിന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേദ വിചാരിക്കുകയാണ്, ചീത്ത വിളിച്ചാലും വേണ്ടിയില്ല, ചെന്നൊന്ന് ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഞാൻ വേണമെങ്കിൽ ഇട്ട് തരാം. അപ്പം വിക്രം പറയണം, പിന്നെ അവിടെ വന്ന് നോക്കി വയ്ക്കാതെ ഇങ്ങോട്ട് വന്ന് ഇട്ട് തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വേദ വന്ന് ഓയിൽമെൻറ്റ് ഇടുകയാണ് വിക്രമിന്. വിക്രമിന് നല്ല വേദനയുണ്ട്, വേദയ്ക്ക് വിഷമമൊക്കെ ആവുന്നുണ്ട്, എന്നാൽ ഓയിൽമെൻറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.